ഈ പ്രസിഡൻഷ്യൽ അഡ്രസ് തന്റെ സഹപ്രവർത്തകരെ വിശ്വസിക്കാനും ഓരോ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും നാഷണൽ കൗൺസിൽ അംഗങ്ങൾക്കും അർഹമായ പരിഗണന നൽകുകയും അവരെ സ്വതന്ത്രമായി നയിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു ഭരണശൈലിയാണ് നമ്മുടെ KCCU പ്രസിഡന്റ് ജോസ് ചേട്ടൻ. സ്നേഹവും പരസ്പര ബഹുമാനവും കൊണ്ട് KCCU കുടുംബത്തെ ഒരു ചരടിൽ എന്ന പോലെ കോർത്തിണക്കിയ നമ്മുടെ കരുതനായ അമരക്കാരൻ KCCU പ്രസിഡന്റ് ശ്രീ ജോസ് എബ്രാഹിമിനെ അധ്യക്ഷ പ്രസംഗത്തിനായി വളരെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ കൺവെൻഷന്റെ ചെയർമാൻ ദേവിച്ചേട്ടൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഇരിക്കുന്ന ആരാധനയായ നമ്മുടെ പിതാവ് ജോസഫ് ഉണ്ടാശ്ശേരി പിതാവ്, KCCയുടെ ധീരനായ സാരഥി ബാബു സാർ, KCCU എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജോസഫ് ചേട്ടൻ, ട്രഷറർ ടോബി ചേട്ടൻ, വൈസ് പ്രസിഡന്റ് ജിജോ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സായ ലിജോ, ശിവചേട്ടൻ, KCW പ്രസിഡന്റ് സെലിൻ ചേച്ചി, യുവത്വത്തിന്റെ പ്രതിനിധി അലീന ലൂക്കോസ്, ഇവിടെ ഇരിക്കുന്ന ഓഷാനയിലെ എല്ലാ ജ്ഞാനാജ്ഞന്മാരും. AD 345 ക്നായ തോമയുടെ നേതൃത്വത്തിൽ 72 കുടുംബങ്ങളിൽ നിന്ന് 400 പേരുമായി കൊടുങ്ങല്ലൂർ വന്നിറങ്ങി കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ച് ഒരു കൂട്ടായ്മയായി വളർന്ന് 1911 ഓഗസ്റ്റ് മാസം 29-ാം തീയതി പത്താപീസ് മാർപ്പായ്മയുടെ തിരുവെഴുത്ത് വഴി കോട്ടയം വികാരിയത്ത് സ്ഥാപിച്ച് ക്നാനാക്കാർ ഒരു പടി മുമ്പോട്ട് വളർന്നു. അവിടെ നിന്ന് 2005 ഇത് നമ്മൾ ആർച്ച് ഡയസിസായി ഉയർത്തി കുന്നശ്ശേരി പിതാവായിരുന്ന രാജ ബിഷപ്പ്. 400 കുടുംബങ്ങളിൽ നിന്ന് വന്ന നമ്മളിന്ന് ഏകദേശം 1.25 ലക്ഷത്തോളമായി വളർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളർന്ന് വലിയ പടുവൃക്ഷമായി വളർന്നു. ഇത് ഇതിനു പുറകിൽ നമ്മുടെ കാരണവന്മാരുടെ ധാരാളമായ കഷ്ടപ്പാടുകളും അവരുടെ വിയർപ്പും അവരുടെ അർപ്പണബോധവും അവരുടെ ദൈവ വിശ്വാസവും കൊണ്ട് ഒന്ന് മാത്രമാണ് ഇന്ന് ലോകത്തിന്റെ എല്ലായിടത്തും. ഒരുപക്ഷെ നാളെ ചന്ദ്രനിൽ ചെന്ന ആൾക്കാർ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ അവിടെയും കാണും ക്നാനാക്കാർ. എവിടെ ചെന്നാലും നമ്മുടെ ഈ കൂട്ടായ്മ ഒന്നിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് KCCയെ സംബന്ധിച്ച് ഒരു വലിയ ചലഞ്ച് തന്നെയായിരുന്നു. ഈ കമ്മിറ്റി കയറിയ അന്ന് മുതൽ പലവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് സഭയും സമുദായവും രണ്ടല്ല, അതൊന്നാണ്. അതാണ് ഓഷാനയിലെ ക്നാനാക്കാരുടെ മുഴുവൻ ആശയം. അതാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും അതുവഴി നമ്മുടെ യുവതലമുറയെ നമ്മളോട് ചേർത്ത് നിർത്തി ഈ സമുദായത്തിന്റെ ഈ അസോസിയേഷന്റെ തനിമയും വ്യാപ്തിയും ലോകമെമ്പാടും വ്യാപിക്കാൻ കടലുകൾ കടന്ന് ഈ അസോസിയേഷൻ വളർന്ന് വലിയൊരു പന്തലായി മാറുവാൻ ഈ ഓഷാനയിലെ ഞങ്ങളെടുത്ത ആ തീരുമാനങ്ങൾക്ക് നിങ്ങളെല്ലാം ഓഷാനയിലെ ജനങ്ങൾ അക്ഷയപാത്രം കൈ കെട്ടി സ്വീകരിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. ഓഷാനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ 2026 സിഡ്നിയുടെ ഈ മണ്ണിൽ നിന്ന് തിരിച്ചറിയുന്നത്. ഒരാളെ പോലും മാറ്റി നിർത്താതെ എല്ലാവരെയും ഓഷാനയുടെ ജ്ഞാനായ മക്കളെ ചേർന്ന എല്ലാവരെയും ഒരു ഇടക്കീഴിൽ ഒന്നിച്ചു നിർത്തി അവരെ എല്ലാവരെയും ഒരേ കെട്ടായി ഈ അസോസിയേഷന്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുവാൻ ഞങ്ങൾ കാണിച്ച പരിശ്രമത്തിന് പല രീതിയിലുള്ള വെല്ലുവിളികൾ ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വ്യക്തിപരമായും അല്ലാതെയും സാമൂഹ്യ മാധ്യമങ്ങളെ എല്ലാവരും ഞങ്ങളെ വ്യക്തിപരമായി അല്ലാതെ ഒത്തിരി ആക്ഷേപിച്ചിട്ടുണ്ട്. കുടുംബങ്ങൾ തന്നെ കടന്നാക്രമിച്ചു. പക്ഷെ അതിലൊന്നും പതറാതെ ശക്തമായ ധീരമായ നേതൃത്വം എടുത്തെടുത്ത് ഇന്ന് ഈ കൺവെൻഷൻ ഇവിടെ ഇന്ന് ഈ ജനങ്ങളുടെ മുന്നിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് പല രീതിയിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തി ഇത് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടും അവരെയെല്ലാം പുച്ഛിച്ച് മുൻതള്ളി ഇന്ന് ഈ 1700 ജനങ്ങൾ ഇവിടെ വന്നതിന് അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ താക്കീത്. നമ്മള് പല തലമുറകളായി കടന്നു വന്നു നമ്മൾ ആരോടാണ് മത്സരിക്കുന്നത്? നമ്മൾ സ്വയം നമ്മോട് തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2026 മാർച്ച് മാസം 23-ാം തീയതി ലോകത്തിലുള്ള എല്ലാ ജ്ഞാനായക്കാരെയും പോലെ എല്ലാ ജ്ഞാനായക്കാർക്കും മനസ്സിൽ വേദന ഉണ്ടാക്കിയ ഒരു കോടതി വിധി, ഹൈക്കോടതി വിധി വന്നിരുന്നു. ഒരാൾക്കും അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം നമ്മൾ 1700 വർഷങ്ങളോളം നമ്മൾ കാത്തു പരിപാലിച്ച് നമ്മുടെ
പാരമ്പര്യമായ പൈതൃകം പോവുക എന്നുള്ള ഉത്കണ്ഠ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ KCCO അതിന് പ്രതികരിച്ചിരുന്നു. ലോകത്തിലുള്ള എല്ലാ ജ്ഞാന അസോസിയേഷൻ ആൾക്കാരുമായി കൂട്ടിച്ചേർന്ന് ഞങ്ങളൊരു പദ്ധതിക്ക് തയ്യാറാക്കി, ഞങ്ങളൊരു ഇത് വിട്ടു. പക്ഷെ അതും തെറ്റാണെന്നാണ് പലരുടെയും വിചാരം. എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊന്നും സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഇങ്ങനെ വിമർശിക്കുന്നവർ സ്വയം ചിന്തിക്കുക. ഈ സമുദായം ഈ ഇത്രയും വർഷം യാതൊരു കലർപ്പും കൂടാതെ ഇന്ന് ഇവിടെ നിൽക്കുന്നതിന് മുമ്പിൽ ഒത്തിരി ആൾക്കാരുടെ പരിശ്രമമുണ്ട്. സിഡ്നിയിൽ ഈ കൺവെൻഷൻ തുടങ്ങാൻ ബേബിച്ചേട്ടന്റെ നേതൃത്വത്തിൽ സമ്മതിച്ചപ്പോൾ ഇവിടെ എത്രയോ ആൾക്കാർ എന്തുവരെ കഷ്ടപ്പെട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം അക്കോമഡേഷന്റെ കാര്യത്തിൽ അത് ദയവേത് നിങ്ങൾ സഹകരിക്കണം. മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാം 5 ഹോട്ടലിലാണ്, അതിൻ്റെതായ പരിമിതികളുണ്ട്. ഇത്ര ആൾക്കാർ ഒരു സ്ഥലത്തും, പക്ഷേ ഓസ്ട്രേലിയയിലുള്ള ഒരു സ്ഥലത്തും ഒന്നിച്ച് അക്കോമഡേഷൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ് പല സ്ഥലത്തായിട്ട് അക്കോമഡേഷൻ കിട്ടിയത്. കുറച്ച് പോരായ്മ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ സമ്മതിക്കുന്നില്ല. അത് ആരെയും വേദനിപ്പിക്കാൻ, ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടില്ല. നിങ്ങൾ സദയം അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുക. എത്രയോ പേർക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരും അസോസിയേഷനിൽ പങ്കെടുക്കുന്നവരാണ്. ഇത് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അതിന്റെ പുറകിൽ. അവരാരും എത്രയോ ദിവസങ്ങളായിട്ടറിയാം ഉറങ്ങിയിട്ട്. അത് ദയവേത് നിങ്ങളത് മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഈ സമുദായം നമുക്കറിയാം, ഏടി മുന്നിക്കാലപ്പെടുത്തി കാറ്റും കോളും നിറഞ്ഞ കടലിലൂടെ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ഈ ജനങ്ങൾ അന്ന് നായത്തോടെ നേതൃത്വത്തിൽ കപ്പലുകാർ യാതൊരു ഉറപ്പുമില്ലാതെ അന്ന് കൊടുങ്ങലിൽ വന്ന് ഇറങ്ങിയും അവര് അന്ന് ഉറച്ച തീരുമാനം, അവരെടുത്ത ചലഞ്ച്, അവരന്ന് കാണിച്ച ധീരത, അത് തന്നെയായിരിക്കും നമുക്കും വേണ്ടത്. ഒരു കോടതി വിധിയെ ജ്ഞാനായ സമുദായത്തെ തകർക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഒരു കോടതി വിധിക്ക് നമ്മളെ ഈ സമുദായത്തെ നശിപ്പിക്കാൻ പറ്റുകയില്ല എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. സമുദായത്തിന്റെ സഭയുടെ ഐക്യം, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഓഷ്യാനെറ്റ് ജനങ്ങൾ, ഓഷ്യാനെറ്റ് മാത്രമല്ല, ഒരു ലോകത്തിലെ മിക്കവരും ഈ അസോസിയേഷന്റെ ഞങ്ങളുടെ 15 യൂണിറ്റുകളുണ്ട്. അതിന് 13 യൂണിറ്റുകളും ഇന്നിവിടെ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ പസഫിക് തീരം കിടന്ന് ന്യൂസിലാൻഡിൽ നിന്ന് ആദ്യമായിട്ടാണ് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഇന്ന് ഈ കൺവെൻഷനുടെ ഓഷ്യാനെറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ന്യൂസിലാൻഡിൽ നിന്ന് ആൾക്കാരുടെ വന്നിരിക്കുന്നത്. അത് തന്നെ എല്ലാവരും നമ്മളെ അംഗീകരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ആര് എന്തൊക്കെ താഴ്ന്നാലും ഇസ്രായേൽ ജനത്തെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ഈ ജനത്തെയും ദൈവത്തിന്റെ സ്വന്തം കയ്യൊപ്പ് കൂട്ടിയ ഈ ജ്ഞാനായ സമുദായത്തെ യാതൊരു പോറലും കൂടാതെ ദൈവം കാത്തുപരിപാലിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നിർത്തുന്നു. താങ്ക് യു. ജ്ഞാനായ ജനതയെ ആവേശത്തിന്റെ കൊടുപടിയിൽ എത്തിച്ച, വാഗ്ദാനയാൽ ശക്തരാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട KCCO പ്രസിഡന്റ് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു.